മണ്ണാർക്കാട് ആനമുടിയിലെ പട്ടിക വകുപ്പിന്റെ കുടിവെള്ള പദ്ധതിയിലെ കിണറിൽ സ്വകാര്യ വ്യക്തികൾ മോട്ടോർ വെച്ചതിനെതിരെ പ്രതിഷേധവുമായി ആനമുടി പട്ടികജാതി ഉന്നതിയിലെ കുടുംബങ്ങൾ. സ്വകാര്യ വ്യക്തികൾ മോട്ടോർ വെച്ചത് കാരണം ഉന്നതിയിലെ ശുദ്ധജല പദ്ധതിക്ക് ആവശ്യമായ വെള്ളം ലഭിക്കുന്നില്ലെന്ന് ആരോപിച്ചാണ് ഇവർ പ്രതിഷേധവുമായി എത്തിയത്. എന്നാൽ ആനമുടിയിലേത് പൊതുകിണറാണെന്ന വാദമാണ് ചിലർ ഉയർത്തുന്നത്. കുത്തിപ്പൊട്ടിച്ചിട്ടല്ലേ ഞങ്ങൾക്ക് അങ്ങനെ വെള്ളം കിട്ടും? നാട്ടുകാർ ഒരുപാട് മോട്ടർ ഇടുക, ഞങ്ങൾ പുഴയിൽ നിന്ന് വെള്ളം കോരുക. എങ്ങനെയുണ്ട്? ഞങ്ങൾ വിട്ടു കൊടുക്കില്ല എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ആരും വെള്ളം എടുക്കണ്ട, ആർക്കും വേണ്ട വെള്ളം. ഞങ്ങൾ പുഴയിൽ കോരിയാലും വേണ്ടില്ല, ഒരാളും ഇടണ്ട, നാടൻസ് ഇടണ്ടാന്ന് ഞങ്ങൾ പറഞ്ഞില്ലേ. അന്നാണ് ഞങ്ങൾ ചർച്ച കഴിഞ്ഞതാ. വെള്ളം എടുത്തോട്ടെ, പക്ഷേ മോട്ടർ എന്തിനാണ് കുത്തിപ്പൊട്ടിക്കണത്? അതൊക്കെ അഹങ്കാരമല്ലേ ചെയ്യുന്നത്. ഞങ്ങൾ വിട്ടു കൊടുക്കില്ല എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ മോട്ടർ ആരും ഇടണ്ട, അല്ലേ? അതല്ലേ നല്ലത്. അല്ലെങ്കിൽ മോട്ടർ ശരിയാക്കാം, അല്ലെങ്കിൽ ഞങ്ങൾ മോട്ടർ ഇടാൻ സമ്മതിക്കില്ല. ആനമൂളിയിലെ പട്ടികജാതി ഉന്നതിയിലെ 30 കുടുംബങ്ങൾക്കുള്ള ശുദ്ധജല പദ്ധതിയുടെ മോട്ടോർ ആനമൂളിയിലെ കിണറിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. പട്ടികവർഗക്കാർക്കുള്ള ശുദ്ധജല പദ്ധതിയുടെ മോട്ടോർ പുരയും ഈ കിണറിനോട് ചേർന്നാണുള്ളത്. ഉന്നതിയിലേക്കുള്ള മോട്ടോറിന് പുറമെ സ്വകാര്യ വ്യക്തികളുടെ 7 മോട്ടോറുകളും കിണറ്റിലുണ്ട്. എല്ലാ മോട്ടോറുകളും പ്രവർത്തിപ്പിക്കുന്നത് കാരണം ഉന്നതിയിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ലഭിക്കുന്നില്ലെന്നാണ് ഉന്നതിയിലുള്ളവർ പറയുന്നത്. മാത്രമല്ല, ഉന്നതിയിലേക്കുള്ള മോട്ടോർ ഇടയ്ക്കിടെ സാമൂഹ്യ വിരുദ്ധർ കേടാക്കുന്നതായും ഇവർ പറഞ്ഞു. 1 മാസത്തിനിടെ 3 തവണ കിണറ്റിലെ പൈപ്പ് പൊട്ടിച്ചു. ഒരു തവണ ആളെ വിളിച്ച് നന്നാക്കണമെങ്കിൽ 2500 രൂപ കൂലി കൊടുക്കണം. ഉന്നതിയിലുള്ളവർ പിരിവെടുത്താണ് ഈ തുക കണ്ടെത്തുന്നത്. 8 മോട്ടോറുകളും നിരന്തരം പ്രവർത്തിപ്പിച്ചാൽ ഈ വേനൽക്കാലത്തും ഉന്നതിയിലുള്ളവർക്ക് വെള്ളം ലഭിക്കില്ലെന്നാണ് ഇവർ പറയുന്നത്. ഇവിടെ 2017 കണ്ടാണ് ഒരു പഞ്ചായത്തുകാർ വെച്ചിട്ടുണ്ടായിരുന്നു, ആദിവാസി കുടിവെള്ള പദ്ധതി എന്ന് പറഞ്ഞിട്ട്. അത് ആദിവാസികൾക്കായിട്ടുള്ളൊരു കിണറാണ്. അപ്പം അതിലൊരു 6-7 മോട്ടർ നാടന്മാർ കൊണ്ടിട്ടുണ്ട്. അപ്പം ഞങ്ങളത് എടുപ്പിക്കണം എന്നുള്ളത് കുറേ ആയിട്ട് ഞങ്ങൾ പറയുന്നുണ്ട്. മെമ്പറോടത്ത് ഞങ്ങൾ കുറേ പറഞ്ഞതാണ് മോട്ടർ നീക്കാൻ ചെയ്യണം, ഞങ്ങൾക്ക് വെള്ളം കിട്ടില്ല എന്നുള്ളത്. ഒരു 2017 കുറച്ചൊക്കെ ഞങ്ങൾ മോട്ടർ അടിച്ചതാണ്. പിന്നെ അത് കംപ്ലൈന്റ് ആയിട്ട് ഞങ്ങൾ ബില്ല് കെട്ടാത്തതുകൊണ്ട് അങ്ങനെ ബ്ലോക്ക് ആയി പോയി. വീണ്ടും ഞങ്ങൾ നന്നാക്കി എടുത്തിട്ട് പിന്നെ ഞങ്ങൾക്ക് ഇതാണ് അവസ്ഥ. വെള്ളം അടിച്ചാൽ വെള്ളം കിട്ടില്ല. കാരണം കിണറ്റിൽ വെള്ളമല്ല, 6-7 മോട്ടർ വേറെ ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ കിട്ടുന്ന വെള്ളം കിട്ടില്ല. അപ്പം അതുകൊണ്ട് ഞങ്ങൾ പുഴയ്ക്കാണ് പോയി. ഈ 2025 ഇതുവരെയും ഞങ്ങൾക്ക് ഇതാ പണി. പുഴയിൽ നിന്ന് പോവുക, വെള്ളം എടുക്കുക, വരിക. അതാണ് ഇത്. ഈ വർഷമെങ്കിലും ഞങ്ങൾക്ക് കണ്ട് സ്വന്തമായിട്ട് കിട്ടണം എന്നുള്ളതാണ്. വെള്ളമല്ലേ ആരെങ്കിലും എടുത്തോട്ടെ, അതൊന്നും വിഷയമില്ല ഞങ്ങൾക്ക്. പക്ഷേ ഇല്ലാത്ത സമയത്ത് വന്നിട്ട് മോട്ടർ ഇട്ട് വെള്ളം അടിച്ച് ഇവിടുത്തുള്ളവരെ 30ഓളം കുടുംബങ്ങൾ കഴിയുന്ന സ്ഥലമാണത്. കുട്ടികളും എല്ലാവരും ഉള്ളതല്ലേ. അപ്പം ഞങ്ങൾ അവരോട് മുൻകൂട്ടി ഞങ്ങൾ പറഞ്ഞു, മെമ്പറുടെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഈ മോട്ടർ ഒന്ന് എടുത്ത് മാറ്റിക്കണം എന്നുള്ളത്. പക്ഷെ അവരാരും ചെയ്യണില്ല. എന്നിട്ട് SI വന്നു, അവരും പറഞ്ഞിട്ട് പോയത് മൂന്നാമത്തെ തവണയാണ് ഇന്നത്തെ ഒരു മോട്ടർ കംപ്ലൈന്റ്. ഇത് നേരെ കിട്ടി 2-3 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോഴേക്ക് വീണ്ടും വന്നിട്ട് ആ പൈപ്പ് കുത്തി ഓട്ട വരുത്തിച്ചിരിക്കുന്നു. ഇത് ഞങ്ങൾക്ക് ഇത് വിരിച്ചെടുത്തിട്ട് ഒരു ദിവസം ആൾ വന്ന് പണി 1 മണിക്ക് 2500 കൊടുക്കേണ്ടി വരും. ഇത് ഞങ്ങൾക്ക് ഇത് വിരിച്ചിട്ട് കൊടുക്കാൻ തന്നെ കിട്ടിയിട്ട് വേണ്ടേ. ഞങ്ങളുടെ ഒരു ഉറപ്പെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആ മോട്ടർ കിണറ്റിൽ നിന്ന് മാറ്റി തരിക എന്നുള്ള ഒറ്റ തീരുമാനത്തിൽ നിൽക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളെല്ലാം ഉന്നതിക്ക് താഴെ റോഡിന് മറുകരയിലെ പുഴയിൽ കുഴിയെടുത്ത് അതിൽ നിന്നാണ് വെള്ളം എടുത്തിരുന്നത്. ജോലി കഴിഞ്ഞെത്തുന്ന സ്ത്രീകൾ പുഴയിലൂടെ വെള്ളം തേടി അലയേണ്ട സ്ഥിതിയായിരുന്നു. ഇനിയെങ്കിലും ഈ ദുരവസ്ഥ ഉണ്ടാകരുത്. കിണറ്റിൽ സ്വകാര്യ വ്യക്തികൾ വെച്ച മോട്ടോറുകൾ മാറ്റണമെന്നാവശ്യപ്പെട്ട് മണ്ണാർക്കാട് പോലീസിന് നൽകിയ പരാതിയെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. എന്നാൽ പോലീസും ഒരു തീരുമാനത്തിലെത്താനാവാതെ മടങ്ങി. ഉന്നതിയിലെ ശുദ്ധജല പദ്ധതിക്ക് വേണ്ടി നിർമ്മിച്ച കിണറാണെന്നും ഉന്നതിയിലെ പദ്ധതിക്ക് വെള്ളം കിട്ടാത്ത വിധം സ്ഥാപിച്ച മോട്ടോറുകൾ മാറ്റണമെന്നും ഇല്ലെങ്കിൽ തങ്ങൾ ബലമായി മാറ്റുമെന്നും ഉന്നതിയിലുള്ളവർ പറഞ്ഞു. എന്താ മറ്റേ 3ാമത്തെ വട്ടം മോട്ടർ നേരാക്കണം. ആർക്കും പണിയില്ല, തൊഴിലില്ല. പിന്നെ ഹോസില്ലേ, ആ പൈപ്പിനോട് കുത്തിപ്പിടിച്ചിരിക്കുകയാണ്. ആരാ നിങ്ങൾക്കറിയില്ല. വെള്ളമാണെങ്കിൽ എപ്പോഴും കിട്ടണമില്ല വെള്ളം. ഈ ആരെ കുത്തിപ്പിടിച്ചെന്നറിയില്ല. ഇതുവരെ 3ാമത്തെ വട്ടം നേരാക്കണത്. ഞങ്ങളെ പിരിച്ചു കൊടുക്കണം പൈസ. അതേസമയം പ്രദേശത്ത് ശുദ്ധജല രൂക്ഷമാണെന്നും കിണറ്റിൽ ആവശ്യത്തിന് വെള്ളമുണ്ടെന്നുമാണ് പ്രദേശവാസികൾ പറയുന്നത്. കിണർ പൊതു കിണറാണെന്നും എല്ലാവർക്കും വേണ്ടി നിർമ്മിച്ചതാണെന്നുമാണ് പ്രദേശവാസികളുടെ വാദം. നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് UGS ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച. UGS ഗ്രൂപ്പ്, സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്.